ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AI ബാച്ച്. ഈ ലൈഫ് സേവർ AI ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. The regenerating feedback. In regenerating feedback, the transfer function is given by. Okay. ഇവിടെ രണ്ട് കേസ് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. ഫീഡ്ബാക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫീഡ്ബാക്ക് എന്ന് ശ്രദ്ധിക്കുക. ഫീഡ്ബാക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? അതായത് സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന GS ഇവിടെ ഉണ്ടാവും. ഒരു കമ്പാരേറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് CS, ഇൻപുട്ട് RS. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ കമ്പാരേറ്ററിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, സോ ഹിയർ സം HS. ഓക്കെ, HS. സോ ഇവിടെ ഇൻപുട്ട് റെഫറൻസ് ഇൻപുട്ട് പ്ലസ് നമ്മുടെ ഫീഡ്ബാക്ക് ചെയ്യുന്ന സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഓക്കെ, റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്കിനാണ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഡീജനറേറ്റീവ്. ഓക്കെ, ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് നമുക്കറിയാം എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ വരും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു GS ഡിവൈഡ് ബൈ 1 plus GS into HS. Okay, GS divided by 1 plus GS into HS ആണെന്ത്? ഡീജനറേറ്റീവ്, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്കിലെ വരുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്? ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഇവിടെ നെഗറ്റീവ് ആണല്ലേ. നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമുക്കിവിടെ നെഗറ്റീവ് ആണ് വരിക. സോ ഇവിടെ പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് എന്തായി? ഈ HSന്റെ നെഗറ്റീവ് എന്തായി? മാറിയിട്ട് അത് പോസിറ്റീവ് ആവും. ഓക്കെ, അത് പോസിറ്റീവ് ആവും. അതായത് ബേസിക്കലി ഇതിൽ ഇങ്ങനെയാണ് ഇതിൽ വരിക. ശരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ GS ഡിവൈഡ് ബൈ 1 മൈനസ് ഓഫ് GS ഇൻറ്റു മൈനസ് HS. ദാറ്റ് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇവിടെ. ഓക്കെ, സോ ഈ മൈനസ് ഇൻറ്റു മൈനസ് ആണ് നമുക്ക് എന്ത് പ്ലസ് ആയിട്ട് അവസാനം ഈ നെഗറ്റീവിൻ്റെ ഇതിൽ വരുന്നത്. ഇവിടെ നമുക്ക് റീജനറേറ്റിൻ്റെ കേസിൽ ഇവിടെ മൈനസ് ഇല്ല. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഇല്ല. സോ എന്ത് വരും? ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് സിമ്പിൾ. GS ഡിവൈഡ് ബൈ 1 മൈനസ് GS ഇൻറ്റു HS അല്ലേ. 1 മൈനസ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ റെയർ ആയിട്ട് മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു വ്യത്യാസം ഉള്ളതാണ്. പ്ലസ് ഇവിടെ മൈനസ് ആവുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ 2024 23 ഒന്നാണ്. വളരെ കണ്ടാൽ വളരെ ഈസിയാണെന്ന് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈസിയാണ് കണ്ടാൽ വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രാക്ടീസ് ചെയ്ത് ആ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രം തന്നിട്ടൊരു സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ രീതിയിൽ ചെയ്തു പോകുന്നത്, അതായത് സൈൻ ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്നത്, ഫാസ്റ്റായിട്ട് നമ്മളങ്ങ് ചെയ്തു പോകണം. നമുക്ക് കോൺസെപ്റ്റ് അറിയാം, അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തു പോകുമ്പോൾ സൈൻ ശ്രദ്ധിക്കാതെ പോയി നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ കുത്താം. പക്ഷേ എന്താ വിഷയം? ഒന്ന് ശ്രദ്ധിക്കണം. നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സൈനൊക്കെ ഓക്കെ ആണോ നോക്കുക. അപ്പോൾ ഡീജനറേറ്റീവ് റീജനറേറ്റീവ് മാറി, അതായത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാൽ, പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്ന് മാറിയാൽ എന്തായി? ആൻസർ തെറ്റി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് GS ഡിവൈഡ് ബൈ 1 മൈനസ് GS ഇൻറ്റു HS. സോ വാട്ട് ഇസ് ഓപ്ഷൻ? 6th one, GS divided by 1 minus GS into HS. Okay, so this is the correct answer. Okay, so 7th question like നമുക്ക് പോവാം. When deriving the transfer function of a linear element, okay, നമ്മൾ anyway transfer function നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഫോർ LTI സിസ്റ്റം. ഓക്കെ, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. എന്താണ് ലീനിയർ സിസ്റ്റം, എന്താണ് ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതിന് ഇതുമായിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൽ വരുവേ.
എനിവേ അത്ര ഡീപ്പായിട്ട് നമുക്കത് നോക്കണമെങ്കിലും ആ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഒരു ബേസിക് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് മെന്റ് ഫോർ വാട്ട്? LTI systems. സോ LTI systems അനലൈസ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്തൗട്ട് കൺസിഡറിംഗ് ദ ഇനിഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, സോ വിത്തൗട്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് ആണ് വരിക. സോ ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ when deriving transfer function of a linear element, both initial conditions and loading are taken into account. Initial conditions എടുക്കുന്നുണ്ടോ? ഇല്ല. സോ അത് തെറ്റാണ്. സോ ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴേ അതും തെറ്റായി അല്ലേ? ഇനിഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ അസ്യൂംഡ് ടു ബി 0. ഓക്കെ, ബട്ട് ലോഡിംഗ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അതിനൊരു ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് വൺ കൂടെ നോക്കാം. ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ അസ്യൂംഡ് ടു ബി 0 ആൻഡ് element is assumed to be not loaded. അതല്ല, അത് തെറ്റാണ്. കാരണം ലോഡഡ് കണ്ടീഷൻ, അതായത് ഇൻപുട്ടോ ലോഡിങ്ങോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ. ഓൺലി തിങ് ഈസ് അതിൽ ഇനിഷ്യലി ദർ ഇസ് നോ എനർജി സ്റ്റോർഡ് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതായത് ഇനിഷ്യൽ കണ്ടീഷൻസ് 0 വിച്ച് മീൻസ് ദർ ഇസ് നോ എനർജി സ്റ്റോർഡ്, ദ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ് എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ എടുക്കാം. ലോഡിങ് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. സോ ദ ഓപ്ഷൻ C is the correct answer. Okay, so 8th question, if the initial condition for a system are inherently 0, what does it physically means? ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഇൻഹെറന്റ്ലി 0 ആണ്. ഓക്കെ, 0 ആണ്. സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആണെങ്കിൽ എന്നുള്ളത് എന്തിനെ ഫിസിക്കലി എന്തിനെയാണ് എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ 0 നമ്മൾ നേരത്തെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതാണെങ്കിൽ എന്ത് സ്ക്വയർ ഓഫ് എസ് പ്ലസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് എന്തോരും എസ് റൈസ് ടു 0 എഫ് ഡാഷ് ഓഫ് 0 അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോകും. സോ ഇത് ഇത്രയും നമുക്ക് വേണ്ട. നമുക്ക് എന്താണ് ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഇനിഷ്യൽ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് മാത്രം മതി? നമുക്ക് ഈ എസ് സ്ക്വയർ എഫ് ഡാഷ് ഓഫ് എഫ് ഓഫ് എസ് മാത്രം മതി. എസ് സ്ക്വയർ എഫ് ഓഫ് എസ് മാത്രം മതി. ഓക്കെ, എസ് സ്ക്വയർ എഫ് ഓഫ് എസ്. സോ ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എടുക്കുന്നില്ല. അതെന്തിനെയാണ് മീൻ ചെയ്യുന്നത്? ഫിസിക്കലി എന്തിനാണ് മീൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്താണ്? എനർജി സ്റ്റോർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ് ബട്ട് സ്റ്റോർസ് എനർജി. അല്ല, ഇതല്ല. എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല അല്ലെ? എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ദ സിസ്റ്റം ഈസ് വർക്കിംഗ് ബട്ട് ഡസ് നോട്ട് സ്റ്റോർ എനർജി. അല്ല, വർക്കിംഗ് ആകുമ്പോൾ നമുക്കൊരു ഇത് വരും. നമുക്ക് റെസ്റ്റ്, സിസ്റ്റം റെസ്റ്റിലായിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടെ. സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ്, നോ എനർജി സ്റ്റോർഡ് എനി ഓഫ് ഇറ്റ്സ് പാർട്ട്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദ സിസ്റ്റം ഈസ് വർക്കിംഗ് വിത്ത് 0 റെഫറൻസ് ഇൻപുട്ട്. അതുമല്ല. സോ ദ ഓപ്ഷൻ C, ദ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ് ഓർ നോ എനർജി സ്റ്റോർഡ് ഇൻ എനി ഓഫ് ഇറ്റ്സ് പാർട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. സോ 8th question. സോ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PSC ചോദിച്ചു വരാണ്ട് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കുറച്ച് ഇപ്പോൾ ഈയിടെയായിട്ട് PSC ഒരു ട്രെൻഡ് അനുസരിച്ച് മാറി വരുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള, അത് നമുക്ക് ഈ തന്നിരിക്കുന്ന ടൈമിനകത്ത് തീർക്കാൻ പറ്റാത്ത, അത് നമ്മൾ ട്രിക്കാണ്. അതായത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ ചെയ്തു പോവുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈം കൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th question അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ നോക്കിയല്ലോ അല്ലേ? 9th question. ഓക്കെ, ഇത് വളരെ വളരെ ബേസിക് ആണ്. നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും നമ്മൾ വായിച്ചു പോകുമ്പോൾ ആദ്യത്തെ കൺട്രോൾ സിസ്റ്റം ക്ലാസ്സിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ്. വളരെ ജനറൽ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്. വളരെ നല്ലൊരു എക്സാമ്പിൾ, അതായത് ജനറലി യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് എന്ത്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ത്? ട്രാഫിക് ലൈറ്റ് സിസ്റ്റം. എന്നാൽ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം നമ്മളൊരു ട്രാഫിക് ഐലൻഡിൽ നിൽക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിൽ നിന്ന് വെഹിക്കിൾ വന്നാൽ എന്താണ്? അതിനൊരു ഫിക്സഡ് ആയിട്ട് വെഹിക്കിൾ ഡെൻസിറ്റിക്ക് അനുസരിച്ചല്ല അവിടെ എന്ത് ചെയ്യുക, അത് അവർ വെഹിക്കിൾ ഡെൻസിറ്റിനെ പഠിച്ച്, നമ്മളെല്ലാ കൺട്രോൾ സിസ്റ്റം അങ്ങനെയാണ്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ കൺട്രോൾ സിസ്റ്റം നമ്മൾ ചുമ്മാ പോയിട്ട് ഒരു സിസ്റ്റം എടുത്തിട്ട് അതിനെ പാരാമീറ്റർ കൺട്രോൾ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് അങ്ങനെയല്ല.
നമ്മൾ എന്താണ് അതിനെ പഠിക്കും. ഒരു ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പഠിക്കും. എത്ര ഔട്ട്പുട്ട് വേണം, അതിന് എത്ര ഇൻപുട്ട് ചേഞ്ച് വരണം, ഔട്ട്പുട്ട് ഡിസൈഡ് ഔട്ട്പുട്ടിലേക്ക് ഒരു എത്ര ഇൻപുട്ട് ചേഞ്ച് വരണം, ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഒരു ഫ്രാക്ഷൻ ചേഞ്ച് ഔട്ട്പുട്ടിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ആ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഡിസൈൻ ഈസിയാണ്. അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അവിടെയും ഒരു അനാലിസിസ് നടക്കും. എത്ര വെഹിക്കിൾസ് ഇത്ര മിനിറ്റിൽ, ഒരു മിനിറ്റിൽ എത്ര വെഹിക്കിൾസ് ഈ റൂട്ടിൽ ഒരു ഡയറക്ഷനിൽ ഈ തന്ന ഡയറക്ഷനിൽ എത്ര വെഹിക്കിൾ പാസ് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ എത്ര വെഹിക്കിൾ പാസ് ചെയ്യുന്നു, ഇവിടെ എത്ര പാസ് ചെയ്യുന്നു, ഇവിടെ എത്ര പാസ് ചെയ്യുന്നു, ഇനി റോഡിന്റെ വിഡ്ത്ത് എത്രയുണ്ട്, ഓക്കെ, നാരോ ആണോ വൈഡ് ആണോ എല്ലാം നോക്കും. ഓക്കെ, ഡെൻസിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ്, വിഡ്ത്തും എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എത്ര സമയം കൊടുക്കണം എന്നുള്ള കാര്യം തീരുമാനം. ഒരു നാരോ റോഡിൽ 30 സെക്കൻഡ്സ് കൊടുക്കുന്നതും ഒരു വൈഡ് റോഡിൽ 10 സെക്കൻഡ്സ് കൊടുക്കുന്നതും സെയിം ആണ്. ഓക്കെ, ഒരു നാരോ റോഡിൽ 30 സെക്കൻഡ്സ് കൊടുക്കുന്നതും വൈഡ് റോഡിൽ 10 സെക്കൻഡ്സ് കൊടുക്കുന്നതാണ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ 30 സെക്കൻഡ്, ഡബിൾ ലൈൻ ആണെങ്കിൽ 10 സെക്കൻഡ്സ് കൊടുക്കുന്നത് ഏകദേശം എന്താണ് സെയിം ആയിട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെ അനലൈസ് ചെയ്താണ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ആൻസർ എന്താണ്. ഇറ്റ്സ് എ ബെറ്റർ എക്സാമ്പിൾ, വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഇതിന്റെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ വളരെ മികച്ചൊരു എക്സാമ്പിൾ ആണ് ഇത് ട്രാഫിക് ലൈറ്റ് സിസ്റ്റം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, the negative feedback closed loop system was subjected to 15 volt. The system has forward gain of 2 and the feedback gain of 0.5. Determine the output voltage and the error voltage. Okay, so നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ ജി ഓഫ് എസ് സി ഓഫ് എസ് ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് വരിക. there is a comparator. ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ കേസിൽ ഒരു കമ്പാരേറ്റർ ഉണ്ട്. സോ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ കമ്പയർ ദി റെഫറൻസ് ഇൻപുട്ട് along with the feedback signal. Okay, this is h of s and it is compared here with the using comparator. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. സോ ഇവിടെയാണ് നമുക്ക് എറർ സിഗ്നൽ ഇ ഓഫ് എസ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. The negative feedback closed loop system was subjected to 15 volt. അതായത് നമുക്കിവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 15 വോൾട്ട് ആണ്. സബ്ജക്റ്റഡ് ടു 15 വോൾട്ട്, അതായത് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് റെഫറൻസ് ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്താണ്, 15 വോൾട്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, the system has forward gain of 2. That is forward gain means this g of s, that is equal to 2 and the feedback gain of 0.5. feedback gain എന്താണ്, it's 0.5. okay, determine the output voltage and the error voltage. ഔട്ട്പുട്ട് വോൾട്ടേജും എറർ വോൾട്ടേജും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതായത് സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ത് വരും, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് is equal to ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്നാണ് നമുക്കറിയാം. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് സി ഓഫ് എസ്, സി ഓഫ് എസ് is equal to ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് into r of s into r of s. okay, so ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓഫ് എസിന്റെ വാല്യൂ എന്താണ്, ഇറ്റ് ഇസ് 2. ഓക്കെ, ജി ഓഫ് എസ് ഇസ് 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇസ് 2 ഇൻറ്റു എച്ച് ഓഫ് എസ് എന്താണ് 0.5. 1 പ്ലസ് 2 ഇൻറ്റു 0.5 ഇൻറ്റു r of s. what is r of s? R of s is 15. So what is the value? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 divided by 1 plus ഇതാണ് 2 into 0.5 is 1, 1 plus 1 is 2, so 2 by 2 into 15. So what is the answer? It is 15 volt ആണ് നമുക്ക് എന്ത് വരിക, ഔട്ട്പുട്ട് വരിക. ഔട്ട്പുട്ട് ഈസ് 15 volt. ഔട്ട്പുട്ട് ഈസ് 15 volt. ഓക്കെ, അതൊക്കെയാണ് ഔട്ട്പുട്ട് 15 volt ആണ്. സോ നൗ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി, ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് എറർ വോൾട്ടേജ്. എറർ വോൾട്ടേജ് നമ്മൾ എങ്ങനെ പഠിക്കും, ഇ ഓഫ് എസ്. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇ ഓഫ് എസ്? ഇ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കമ്പാരേറ്ററിന്റെ ഇവിടെ നിന്ന് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ടാണ് ഇ ഓഫ് എസ് അല്ലെ, കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ടാണ് ഇ ഓഫ് എസ്. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുക, ആർ ഓഫ് എസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യണം. ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് അല്ലെ. നമുക്ക് ഇവിടെ കിട്ടുന്ന സി ഓഫ് എസ്, ഈ ഔട്ട്പുട്ട് നോഡിൽ ഇവിടെ എന്താ വരിക, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് സി ഓഫ് എസ് ആ വരിക. അത് നമ്മൾ എച്ച് ഓഫ് എസുമായിട്ട് എന്ത് ചെയ്യും, ഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കമ്പാരേറ്ററിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ,
So R of s into C of s into H of s. So what will be the answer? ഇവിടെ നമുക്ക് R of s എത്രയാണ് 15 ആണ് മൈനസ് C of s എത്രയാണ് C of s നമ്മൾ കണ്ടുപിടിച്ച എത്ര 15 into H of s is 0.5. So 15 minus this is 7.5. 15 minus 7.5. So what will be the answer? 7.5 volt. 7.5 volt ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ അതായത് എറർ സിഗ്നൽ ഇവിടെ എന്താണ് 7.5 ആണ് വരിക. ഓക്കെ, സോ ഇത് നോക്കുമ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻ 15 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് എറർ. ഈ ഓർഡർ മാറരുത് കേട്ടോ, ഓർഡർ മാറരുത്. ചില എക്സാംസിൽ എന്ത് ചെയ്യും കൺഫ്യൂസിങ് ആയിട്ട് വരും ഓർഡർ വരുമ്പോഴത്തേക്കും. ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ദി എറർ ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് 15, എറർ 7.5 വോൾട്ടേജ്. സോ ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ വരുന്നത്. ഓപ്ഷൻ സി ഇസ് 15 വോൾട്ട് ആൻഡ് 7.5 വോൾട്ട്. ഓക്കെ, സോ നെക്സ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കുറച്ച് അനലറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ, കുറച്ചിനി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ഇനിഷ്യലി അറ്റ് റെസ്റ്റ് when subjected to a unit input gives a response y of t equal to t e raised to minus t where t is greater than 0. The transfer function of the system is, അതായത് നമുക്കിവിടെ ഒരു സിസ്റ്റത്തിന്റെ റെസ്പോൺസ് തന്നിട്ടുണ്ട്, അത് സബ്ജക്റ്റ് ടു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു Laplace transform of output divided by Laplace transform of input. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യില്ല, ലാപ്ലേസ് ഫോർമുല എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. LTI സിസ്റ്റം ആണ് പറയുന്നത്, ഇനിഷ്യലി റെസ്റ്റ് ആണ്. സോ ഇനിഷ്യൽ കണ്ടീഷൻ 0 when subject to a unit step input. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്നു. സോ നമുക്ക് ഇൻപുട്ട് എന്താണ്, ഇൻപുട്ട് ഈ സ്റ്റെപ്പ്. സോ സ്റ്റെപ്പിന്റെ സ്റ്റെപ്പ് യൂണിറ്റ് സ്റ്റെപ്പ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് എന്താണ് അവിടെ 1 ആണ്. അതിന്റെ ഗെയിൻ എന്താണ് 1 ആണ്. സോ 1 u of t ആണ്. 1 u of t അതിന്റെ. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് BSc പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ
എന്ത് ഔട്ട്പുട്ട് വേരിയേഷൻ ഉണ്ടാവും. അതാണ് കൺട്രോൾ സിസ്റ്റം നമുക്ക് ബേസ് ചെയ്യണം. ആ സിസ്റ്റത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ പല പാരാമീറ്റേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഒരു പാരാമീറ്റർ എടുക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ഓക്കെ, ഒരു പാരാമീറ്ററിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നമ്മളൊരു പാരാമീറ്റർ